ഓക്കെ, സോ കുറേ നാളായിട്ട് ഞാൻ ഈ സാധനം ഇവിടെ മേടിച്ച് വെച്ചിട്ടുണ്ട്. ക്രാഷ് ഗാർഡ് ഹാൻഡിൽ ബാർ ഗാർഡ് ഫിക്സ് ചെയ്യാനായിട്ട്. ഇതുവരെ മേടിച്ച് വെച്ചിട്ട് ഇതുവരെ ഒന്ന് അനക്കിയിട്ട് ഫിക്സ് ചെയ്യാൻ പറ്റിയിട്ടില്ല. സോ ഐ തിങ്ക് ട്രൈ ടുഡേ. ബാക്ക് ബസ്റ്റേഴ്സിൻ്റെ ഹാൻഡിൽ ബാർ ഗാർഡാണ്. പിന്നെ അത്യാവശ്യം അലൂമിനിയം അലോയ് ആയിട്ടുള്ള ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഗാർഡാണ്. ബാക്ക് ബസ്റ്റേഴ്സ് വളരെ കോമൺ ആയിട്ട് ബ്രാൻഡാണ്. കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ വണ്ടി മറിച്ചിടേണ്ടി വന്നു. അപ്പം ലക്കിലി ഇതൊന്നും പൊട്ടിയില്ല. ഈ സൈഡിലേക്ക് പറഞ്ഞാൽ തോന്നുന്നു. എന്തായാലും ഇത് മാറ്റിയിടാന്ന് വെച്ചു. അപ്പോൾ ഒരു ഫെയറിങ്ങിന് വേണ്ടി ഒരു പ്രൊട്ടക്ഷനോടെ കൊടുക്കണം. ഓർഡർ ചെയ്തിട്ടുണ്ട്, വന്നിട്ടില്ല. അതുപോലെ സം ഗാർഡ് 2 ദിവസം ഫിക്സ് ചെയ്യാം. സോ എനിക്ക് ഈ നട്ട് ലൂസ് ചെയ്തിട്ട് ഇത് ഇങ്ങോട്ട് മൂവ് ചെയ്തതിന് ശേഷം എനിക്ക് അവിടെ ബാക്ക് ബസ്റ്റേഴ്സ് കൊടുക്കാൻ പറ്റത്തുള്ളൂ. കാരണം അതിനുള്ള സ്പേസ് ഇവിടെ ഇല്ല. ഇതിൻ്റെ കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ടോർക്കും കാര്യങ്ങളൊന്നും മാനുവലിൽ കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പോൾ സാധാരണ മെക്കാനിക്സ് യൂസ് ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നട്ടിലെവിടെയെങ്കിലും അതിൻ്റെ ഫ്രെയിമോട് ചേർന്ന് മാർക്ക് ചെയ്തിട്ട് നമ്മളത് ലൂസ് ചെയ്യുക. എന്നിട്ട് പിന്നെ സ്ലോലി ഓരോരോ ടോർക്ക് കൊടുത്ത് ടൈറ്റ് ചെയ്യുക. കുറച്ച് ടോർക്ക് അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ ടൈറ്റ് ചെയ്യുക. അപ്പം കറക്റ്റ് ആ മാർക്കിൽ അലൈൻ ആവുന്ന വരെയും ടോർക്ക് കൂട്ടിക്കൊണ്ടേയിരിക്കുക, കുറഞ്ഞ ടോർക്കിൽ നിന്നും. എന്നിട്ട് കറക്റ്റ് ടോർക്ക് ആ മാർക്കിലെത്തി കഴിയുമ്പോൾ ഉള്ള ടോർക്കാണ് അതിൻ്റെ ടോർക്ക്. അങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതൊരു ആക്യുറേറ്റ് ആയിരിക്കില്ല, പക്ഷേ റഫ്ലി നമുക്ക് കിട്ടും. അപ്പോൾ എന്തായാലും ഇത് ചുമ്മാ ഓവർ ടൈറ്റൻ ചെയ്ത് ഈ സ്ക്രൂ കളയണേക്കാട്ടും ഭേദം എനിക്ക് തോന്നുന്നു ടോർക്ക് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഇച്ചിരി എഫേർട്ടാണ്, പക്ഷെ എന്നാലും ഫൈൻഡ് ഔട്ട് ഫസ്റ്റ്. ഞാൻ അവിടെ ഒരു മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി അതുകൊണ്ട് എനിക്കത് അൺസ്ക്രൂ ചെയ്തിട്ട് ടൈറ്റ് ചെയ്ത് ആ ലെവലിൽ എത്തിക്കുമ്പം എത്രയാണ് ടോർക്ക് എന്ന് കണ്ടുപിടിക്കണം. എന്നിട്ട് പ്രൊസീഡ് ചെയ്യാം. ഇനി ഇത് ലൂസ് ചെയ്ത് ഇങ്ങോട്ട് നീക്കിയതിന് ശേഷം ഈ അസംബ്ലി ഇവിടെ സെറ്റ് ചെയ്യണം. ഇച്ചിരി പണിയാണ്. സാധാരണ ഒരു മെക്കാനിക്കിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ അവർ ചാർജ് ചെയ്യും. ഒരു മേ ബി 60-70 pounds ഒക്കെ ചാർജ് ചെയ്യും. അത് നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. സോ ബാക്ക് ബസ്റ്റേഴ്സിൻ്റെ ഗുണം എന്ന് പറഞ്ഞാൽ അവർ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഇൻസ്ട്രക്ഷൻസ് അവരുടെ വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. സോ ആ ഇൻസ്ട്രക്ഷൻസ് നോക്കി നമുക്ക് ചെയ്യാവുന്നുള്ളൂ. പക്ഷേ ഇച്ചിരി ശ്രദ്ധിക്കണം. കാരണം ഈ പറഞ്ഞ പോലെ കുറേ കേബിളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ ഇടയ്ക്കൂടെ. അപ്പം സ്ട്രെയിറ്റ് ഫോർവേഡ് അല്ല, നമ്മൾ ഇച്ചിരി ശ്രദ്ധിച്ച് വേണം ചെയ്യാനായിട്ട്. പക്ഷേ സ്വന്തമായിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. ഇത് ഫിക്സ് ചെയ്തു. ഇനിയിപ്പം ഈ സൈഡിലോട്ട് വെക്കണം. ചെറിയൊരു വ്യത്യാസമുണ്ട്. അതിൻ്റെ സ്പേസറിൻ്റെ സൈസ് ഇച്ചിരി വലുതാണ്. അതുപോലെ തന്നെ ഒരു വാഷറും കൊടുത്തിട്ടുണ്ട്. സോ അതും ഫിക്സ് ചെയ്യണം. ഫിക്സ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓവർ ടൈറ്റ് ചെയ്തിട്ട് ഈ ത്രോട്ടിൽ ലോക്കായി പോകാൻ പാടില്ല. ഓക്കെ, അപ്പോൾ ഇതും ഏകദേശം സെറ്റായി. ഇനി ഈ സാധനം ഇവിടെ പിടിപ്പിക്കാം. അതിന് സിമ്പിളാണ്, ചെറിയൊരു സ്ക്രൂ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ സംഭവം സെറ്റാണ്. പ്രിറ്റി നീറ്റാട്ടോ. ഞാൻ വിചാരിച്ചേക്കാട്ടും ബെറ്ററായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇവിടെ ഒന്നും ടച്ച് ചെയ്യുന്നില്ല, ഡീസൻറ്റ് ക്ലിയറൻസ് ഉണ്ട്. കേബിളൊക്കെ ഓക്കെയാണ്. സോ കുറച്ച് ദിവസമായി ഹാൻഡ് ഗാർഡ് ഫിക്സ് ചെയ്തിട്ട് എനിക്ക് ഇതുവരെ ഒന്നും ഓടിച്ചു നോക്കാൻ പറ്റിയില്ല. എന്നാണ് അതിന് അവസരം കിട്ടിയിരിക്കുന്നത്. പോരാതെ തന്നെ നമ്മുടെ കൂടെ ഇന്ന് കുറച്ച് റൈഡേഴ്സ് കൂടെ ഉണ്ട്. കുറച്ച് നേരമായിട്ട് ഞാൻ ഓടിക്കുന്നുണ്ടായിരുന്നു. വലിയ കുഴപ്പമില്ലാണ്ട് ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഇതിനകത്ത് ഇവിടെ മാത്രം ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു ബ്രാക്കറ്റ് അവർ കൊടുത്തിട്ടില്ല. പക്ഷേ ഈ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫ്രണ്ടിലും ഒരു സ്ക്രൂ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് കുഴപ്പമില്ലാന്ന് തോന്നുന്നു. അത്യാവശ്യം സ്ട്രോങ് ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. കിട്ടുന്നുണ്ട്. പഴയ ട്രാൻസ്ഫർ മോശൻ്റെ വണ്ടിക്കകത്ത് എണ്ണയില്ല. സോറി, ഓയിലില്ല. കഴിഞ്ഞ പ്രാവശ്യം ഓഫ് റോഡ് പോയപ്പം ആ വണ്ടി വീണ് പോളിൻ്റെ വണ്ടിയുടെ ഫ്രണ്ട് ബ്രേക്കിൻ്റെ ലിവർ ഒടിഞ്ഞു പോയി. ഫ്രണ്ട് ബ്രേക്കിൻ്റെ ലിവറാണ്ട് കുഴപ്പമുണ്ടായില്ല. പക്ഷേ അത് ക്ലച്ച് ലിവറാണെങ്കിലോ അല്ലെങ്കിൽ അത് പൂർണ്ണമായിട്ട് ഒടിഞ്ഞു പോവുകയാണെങ്കിൽ വളരെ പാടായിരിക്കും നമുക്ക് വണ്ടി പിന്നെ കൊണ്ടുവരാനായിട്ട്, എസ്പെഷ്യലി ഓഫ് റോഡൊക്കെ ആണെങ്കിൽ.
അപ്പം അതുകൊണ്ടൊക്കെയാണ് ഓഫ് റോഡ് പോവുകയാണെങ്കിൽ എന്തുകൊണ്ടും ഒഴിവാക്കാൻ പറ്റാത്തൊരു ആക്സസറിയാണ് ലിവർ ഗാർഡ്. അതിപ്പം ബാക്ക് ബസ്റ്റേഴ്സ് ആവാം, അല്ലെങ്കിൽ OEM ആവാം, എന്ത് മാനുഫാക്ചർ ആണെങ്കിൽ നമുക്ക് ചൂസ് ചെയ്യാം. ബട്ട് സാധാരണ OEMസിൻ്റെ ഒക്കെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്ലാസ്റ്റിക് ഗാർഡായിരിക്കും. അപ്പോൾ അത് നല്ല ഹെവി ആയിട്ടൊന്ന് വണ്ടി വീഴുവാണെങ്കിൽ അത് പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് അത്ര സേഫ് ആയിരിക്കില്ല. സോ യൂഷ്വലി എല്ലാവരും അത് മാറ്റിയിട്ട് എന്തെങ്കിലും ഒരു മെറ്റലിൻ്റെ ഗാർഡ് പിടിപ്പിക്കാറാണ് പതിവ്. സ്പോർട്സ് ബൈക്ക് ഷോപ്പ് ഇവരെ പറ്റി ഒരു വീഡിയോ ഉടനെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവരിൽ എല്ലാ ബ്രാൻഡ്സും ഉണ്ട് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം. അഫോർഡബിൾ ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രാൻഡ് അനുസരിച്ചിരിക്കും. പക്ഷേ പ്രൈസിങ്ങിൽ വളരെ കോമ്പറ്റീറ്റീവ് ആണ്. വേറെ ഏതൊരു റീറ്റെയിലറെക്കാട്ടും എനിക്ക് തോന്നുന്നു സ്പോർട്സ് ബൈക്ക് ഷോപ്പ് വളരെ പ്രൈസിങ്ങിൻ്റെ കാര്യത്തിൽ വളരെ അഗ്രസീവാണ്. എനിക്ക് തോന്നുന്നു അവരെക്കാട്ടും ചീപ്പായിട്ട് ഞാൻ കുറേ തപ്പി ഇതുവരെ എനിക്ക് അങ്ങനെ ഒരു റീറ്റെയിലറെ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. എൻ്റെ അവരെ പറ്റി ഒരു വീഡിയോ ഞാൻ ഉടനെ ചെയ്യുന്നുണ്ട്. അപ്പം അവിടെയുള്ള ഗുഡ്സും അവരുടെ റൈഡിങ് ജാക്കറ്റ്സ് ആണെങ്കിലും ബൂട്ട്സ് ആണെങ്കിലും പിന്നെ അതല്ല ഫുൾ സ്യൂട്ട് ആണെങ്കിലും വണ്ടിക്ക് വേണ്ട ആക്സസറീസ് എല്ലാവിധ ബാഗുകൾ കാര്യങ്ങളെല്ലാം തന്നെ അത് അവൈലബിൾ. ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ പിന്നെ ചെയ്യുന്നുണ്ട്. വൈ ബാക്ക് ബസ്റ്റേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്ക് ബസ്റ്റേഴ്സ് മാത്രമാണ് ഹാൻഡ് ഗാർഡ് മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് സെല് ചെയ്യുന്ന ഒരു കമ്പനിയുള്ളൂ. വേറെ ആരും എടുത്ത് നോക്കിയാലും അവർ വേറെ പ്രോഡക്റ്റ്സും അവർക്ക് അവൈലബിൾ ആണ് അവരുടെ പോർട്ട്ഫോളിയോയിൽ. ബാക്ക് ബസ്റ്റേഴ്സിൻ്റെ ഒരൊറ്റ പ്രോഡക്റ്റ് ഉള്ളൂ ഹാൻഡ് ഗാർഡ്. അത് ഏത് വണ്ടി എടുത്താൽ മതി. നമ്മൾ HEV എടുക്കുകയാണെങ്കിലും ഇതുപോലെ ADVs എടുക്കുകയാണെങ്കിലും എല്ലാം ക്രൂസർ ആണെങ്കിലും എന്തൊരു ടൈപ്പ് മോട്ടോർ സൈക്കിൾ ആണെങ്കിലും അതിനൊരു ഹാൻഡ് ഗാർഡ് വേണമെന്നുണ്ടെങ്കിൽ ഐ തിങ്ക് ഇവരുടെ വെബ്സൈറ്റിൽ നമുക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റും. വളരെ റിലയബിൾ ആയിട്ടുള്ള ബ്രാൻഡാണ്. വളരെ നല്ല സർവീസുമാണ് അവർക്ക്. ഡെലിവറി ആണെങ്കിലും ഒരു പ്രോഡക്ട്സ് ആണെങ്കിലും നല്ലൊരു ക്വാളിറ്റി എനിക്ക് ഫീൽ ചെയ്തിരുന്നു. റൈഡ് ബോക്സ് എന്നുള്ള ഒരു കമ്പനിയുടെ ഓണർഷിപ്പിലാണ് ഈ ബാക്ക് ബസ്റ്റേഴ്സ് എന്നുള്ള ബ്രാൻഡ് ഇവർ സെല് ചെയ്യുന്നത്. ഓസ്ട്രേലിയൻ ബേസ്ഡ് ഒരു ബ്രാൻഡാണ്. അതുപോലെ ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ഹാൻഡ് ഗാർഡിനകത്ത് ലെഫ്റ്റ് സൈഡിലുള്ള ഹാൻഡിൽ ബാറിൻ്റെ ഈ ഭാഗത്ത് വരുന്ന അതേ സാധനങ്ങൾ ആയിരിക്കില്ല അതിൻ്റെ റൈറ്റ് സൈഡിൽ വരുന്നത്. ഇവിടെ നോക്കുമ്പോൾ നമുക്ക് ഈ ഓയിൽ ഹൗസിങ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പം നമ്മൾ അതേ സെയിം സ്പെസിഫിക്കേഷനിൽ അതേ ഡയമെൻഷനിൽ അതിൻ്റെ ഒരു മിറർ കോപ്പി എടുത്ത് റൈറ്റ് സൈഡിൽ വെക്കുകയാണെങ്കിൽ അത് അത്ര എഫിഷ്യൻ്റ് ആയിരിക്കില്ല. നമുക്ക് ഫിക്സ് ചെയ്യുമ്പോൾ കുറേ പ്രോബ്ലമൊക്കെ ഫേസ് ചെയ്യാം. ഈ വയറിങ് ഉണ്ടല്ലോ, ഇതൊക്കെ ഇത് രണ്ടും അപ്പുറം ഇപ്പുറം ചെറിയ വ്യത്യാസമൊക്കെ ഉണ്ട്. പക്ഷേ ഈ ബാക്ക് ബസ്റ്റേഴ്സിൻ്റെ കൂടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരത് കറക്റ്റ് മനസ്സിലാക്കി അങ്ങനെ അത് രണ്ടിനും ഫിക്സ് ചെയ്യുന്ന പറ്റാവുന്ന രീതിയിൽ തന്നെയാണ് അവരുടെ ഹാൻഡ് ഗാർഡ് മാനുഫാക്ചർ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഒരു മിറർ കോപ്പി അല്ല. ഫോർ എക്സാമ്പിൾ ഇവിടെ എനിക്കൊരു സ്പേസർ വേണമായിരുന്നു. അതിനൊരു 15 mm സ്പേസറായിരുന്നു. പക്ഷേ റൈറ്റ് സൈഡിലുള്ളത് 17 mm ആണ്. അപ്പോൾ അത് സ്പെസിഫിക് ആയിട്ട് പറയുന്നുണ്ട്, ഓക്കെ അത് 70 mm സ്പേസിലുള്ളത് നീ റൈറ്റ് സൈഡിൽ തന്നെ ഇടണം, അല്ലെന്നുണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റുന്ന വരില്ല. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടാണ് ബാക്ക് ബസ്റ്റേഴ്സ് ഹാൻഡിൽ ബാർ ഗാർഡ് ഉണ്ടാക്കുന്നത്. ഹെപ്കോ ആൻഡ് ബെക്കർ, ഗിവി, SW മോട്ടോടെക് അങ്ങനെയുള്ള മാനുഫാക്ചേഴ്സ് ഒക്കെ നമ്മളെടുത്ത് നോക്കുവാണെങ്കിൽ പോലും അവർക്കൊക്കെ പല പ്രോഡക്ട്സ് ഉണ്ട്. ഹാൻഡിൽ ബാർ ഗാർഡ് ആവാം, ക്രാഷ് ഗാർഡ് ആവാം, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഹാൻഡിൽ ബാറോ അല്ലെങ്കിൽ മറ്റൊരു സാധനങ്ങളൊക്കെ അങ്ങനെ പല ആക്സസറീസ് അവർ മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്. അവരുടെ വെബ്സൈറ്റിൽ അവർ ആഫ്റ്റർ മാർക്കറ്റ് പ്രോഡക്ട്സ് അവൈലബിൾ ആണ്. പല റീറ്റെയിൽസ് വഴിയും അവർ വിൽക്കുന്നുണ്ട്. പക്ഷേ ബാക്ക് ബസ്റ്റേഴ്സ് മാത്രമാണ് ഈ ഹാൻഡിൽ ബാർ ഗാർഡ് മാത്രം ഉണ്ടാക്കുന്ന ഒരു ബ്രാൻഡ്. എനിക്ക് തോന്നുന്നു അവൈലബിൾ ബ്രാൻഡുകളിൽ ഏറ്റവും റിലയബിൾ ആയിട്ട് നമുക്ക് മേടിക്കാൻ പറ്റുന്നത്. മറ്റ് ബ്രാൻഡുകളുടെ പ്രോഡക്ട്സ് റിലയബിൾ അല്ല എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഒരു പ്രോഡക്റ്റിൽ മാത്രം ഫോക്കസ് ചെയ്ത് വിറ്റുകൊണ്ടിരിക്കുമ്പോൾ അവരതിൻ്റെ ഫുൾ അറ്റൻഷൻ, കാരണം അതിനകത്ത് അവർ ഫെയിൽ ആയി കഴിഞ്ഞാൽ അവരുടെ കംപ്ലീറ്റ് ബിസിനസ് ഫെയിൽ ആയിരിക്കും. അപ്പം അതുകൊണ്ട് അവർക്ക് ഒരിക്കലും ഒരു നെഗറ്റീവ് കസ്റ്റമർ ഫീഡ്ബാക്ക് അഫോർഡ് ചെയ്യാൻ പറ്റത്തില്ല ഒരു പ്രോഡക്റ്റിനകത്ത്. ഓ പുള്ളി അത് തന്നെയാണല്ലേ? ഓ അതാ, ഓ പുതിയതാ. സോ BMW GT 6 സിലിണ്ടർ എഞ്ചിൻ. വാവ്, പുതിയ കേട്ടോ. പറഞ്ഞു വന്ന ബാക്ക് ബസ്റ്റേഴ്സ് അധികം ആൾക്കാർ നോട്ട് ചെയ്യാത്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ ഗാർഡാണ്. അതായത് ഈ പ്ലാസ്റ്റിക് ആണ് ഒരു ബാക്ക് ബസ്റ്റേഴ്സിൻ്റെ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഹാൻഡ് ഗാർഡിൻ്റെ ഉപയോഗമുണ്ട്. ഓഫ്കോഴ്സ് വിൻഡ് ബ്ലാസ്റ്റിനൊക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാം. തണുപ്പത്ത് അധികം ഗ്ലാസ് അടിക്കില്ല, വിൻഡ് അടിക്കില്ല. പക്ഷേ അതിനേക്കാളും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഈ അലൂമിനിയം അലോയ് ഫ്രെയിമാണ്. അപ്പം നമ്മൾ വണ്ടി വീണ് കഴിഞ്ഞാൽ ആ ഇമ്പാക്റ്റ് എടുക്കാൻ പറ്റണം. ഇപ്പം ഒരു കാസ്റ്റിനൊക്കെയാണ് അതിൻ്റെ മേക്കിങ്ങിൽ വീണ് കഴിയുമ്പോൾ ഫുൾ ഇമ്പാക്റ്റ് നമ്മുടെ ഹാൻഡിൽ ബാറിലേക്ക് വരുമ്പോൾ ഹാൻഡ് ബാർ ബെൻഡ് ചെയ്യാനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ചാൻസസ് ഉണ്ട്. പക്ഷേ ഈ അലൂമിനിയം അലോയ് ആയതുകൊണ്ട്
അങ്ങനെയുള്ള ഇമ്പാക്റ്റുകൾ പരമാവധി കുറയ്ക്കും എന്നുള്ളതും കൂടി ഇതിൻ്റെ ഒരു ഡിസൈൻ ഫാക്ടറാണ്. അപ്പം അതൊക്കെ കൺസിഡർ ചെയ്തിട്ടാണ് ബാഗ് ബസ്റ്റേഴ്സ് ഇങ്ങനെയുള്ള ഹാൻഡിൽ ബാർ ഗാർഡ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ പർപ്പസ് എന്തായാലും സെർവ് ചെയ്യും. അപ്പം നമ്മൾ വീണാലും ആ ഇമ്പാക്റ്റ് എടുക്കുക എന്നുള്ള ഒരു ഡ്യൂട്ടിയോടെ ഈ ഹാൻഡിൽ ബാർ ഗാർഡിനുണ്ട്. പിന്നെ നമ്മൾ ഇന്നത്തെ റൈഡ് ശരിക്കും ഒരു കോസ്റ്റൽ സൈഡ് റൈഡാണ് UK ന്ന്. അപ്പം നമ്മുടെ ഭാഗത്ത് നിന്ന് എല്ലാവരും കൂടി നമ്മളിവിടെ സ്ഥലത്ത് മീറ്റ് ചെയ്തു. ടുവാർഡ്സ് ഹാർവിച്ച് പോർട്ട് ആ സ്ഥലത്തേക്കാണ് പോകുന്നത്. സോ വളരെ ഇൻട്രസ്റ്റിംഗ് റൂട്ടാണ്. അതായത് കടലിൻ്റെ സൈഡിൽ കൂടിയുള്ള റോഡുകളാണ്. ഭയങ്കര രസമാണ് ഓടിക്കാൻ. പോർട്ട് ഉണ്ട്. അങ്ങനെയൊക്കെയാണ് ഇത് പ്ലാൻ ചെയ്തത് പറയുന്നത്. നമുക്ക് എന്തായാലും അതൊക്കെ ഒന്ന് ഓടിച്ചു നോക്കണം. സോ K1600 BMW BMWയുടെ ഒരു പക്ക ടൂറർ എന്ന് വേണമെങ്കിൽ പറയാം. 6 സിലിണ്ടർ എൻജിൻ. സൗണ്ട് ഭയങ്കര രസമാണ്. എനിക്കറിയില്ല ക്യാമറ എത്ര ഒന്ന് കേൾക്കുന്നുള്ളത്. വിത്ത് റിവേഴ്സ് ഗിയറൊക്കെ വളരെ രസമാണ്. ഒരു ആക്ഷൻ സീനാണ്. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര ട്രാഫിക്. ഓക്കെ, താങ്ക് യു. ഈ മസനഗുഡിയൊക്കെ ഊട്ടി ട്രാഫിക്കിനെക്കാട്ടും കട്ട ട്രാഫിക്കാണ്. നമ്മളിവിടെ കോട്ട് റോഡിലെത്തി കേട്ടോ. I don't know if we can go that side. Authorized sport persons only beyond this point. Okay, നമുക്ക് എന്തായാലും അങ്ങോട്ട് പോകാൻ പാടില്ല. അവിടെ എവിടെയും പോയി പാർക്ക് ചെയ്യേണ്ടി വരും. സോ ഹാർവിച്ച് ഇൻ്റർനാഷണൽ പോർട്ട് ഈ ഭാഗത്ത് നിന്ന് യൂറോപ്പ് സൈഡിലേക്കൊക്കെ ഒരുപാട് ഫെറീസ് അവൈലബിൾ ആണ്. ഇവിടുന്ന് വന്നിട്ട് ബൈക്ക് ട്രിപ്പ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഇവിടുന്ന് ഫെറി കയറിയിട്ട് യൂറോപ്പിലേക്ക് കൊണ്ടുപോകാറുണ്ട്. സ്പെഷ്യലി എനിക്ക് തോന്നുന്നു ആംസ്റ്റർഡാം ഭാഗത്തേക്കൊക്കെ ഒരുപാട് ഫെറീസ് അവൈലബിൾ ആണ്. പിന്നെ അടുത്ത പോർട്ട് യൂറോപ്പിൽ ഈ ഭാഗത്ത് നിന്ന് എനിക്ക് ആംസ്റ്റർഡാം ആണെന്ന് തോന്നുന്നു. ഈ ഗ്രൂപ്പിലുള്ള കുറച്ച് പേരൊക്കെ അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട്. എന്തായാലും ഒരാട് വാങ്ങിയാണ്. മാറിഞ്ഞു. എല്ലാവരും നോക്കിക്കോളൂ. കീടിലും ആഹോ ക്യാമറ എടുത്തു. ആരൊക്കെ ക്യാമറ ആക്കിയായിരുന്നു? ചേട്ടൻ്റെ. ഓക്കെ, താങ്ക് യു. ഇതാണ് ശരിക്കും ഇങ്ങോട്ടേക്ക് ഒരു ഐലൻഡ് പോലെയാണ്. കാരണം ഇവിടെ ശരിക്കും വെള്ളം കയറാറുണ്ട്. പെയിൻ വന്നു. അപ്പോൾ പിന്നെ കുറച്ച് സ്റ്റോപ്പൊക്കെ അടിച്ച് പതുക്കെയാണ് ഞാൻ വന്നത്. ബാക്കിയുള്ളവരെ എത്തിയെന്ന് തോന്നുന്നു. എന്തായാലും ഒരു അടിപൊളി ലൊക്കേഷനാണ്. ക്യാമറ ഓൺ ആണെങ്കിൽ അടിപൊളി ഒരു എൻട്രി ആയിരിക്കും ഇത്. ക്ലാസിക്.
വേലി ഇറക്ക സമയമാണ് തോന്നുന്നു കേട്ടോ. ലോ ടൈഡ്. സോ ഐ തിങ്ക് ശരിയാണ്, ടൈഡൊക്കെ ഇറങ്ങി കിടക്കുകയാണ്. പക്ഷെ ഭയങ്കര രസമാണ്. കിടിലൻ സ്ഥലം. സൗത്ത് ആൻഡ് ഓൺ സീ. ഈ വെക്കേഷന് മുമ്പ് വന്നിട്ടേ ഇല്ല കേട്ടോ. സൗത്ത് ആൻഡ് ഓൺ സീ ഇറ്റ്സ് വെരി നൈസ്. കറക്റ്റ് ടൈമാണ്, ഒരു ഈവനിങ് ടൈം. അല്ല എന്താ അടുത്ത പ്ലാൻ ഉണ്ടായിരുന്നു? ഹട്ട്. ഓ അതായത് ഒരു അയ്യോ ഇതിനോ 100,000? അതായത് ഈ ഹട്ട് മേടിക്കുന്നതിനോ? അത് ലൊക്കേഷനും കൂടെ കൂടിയിട്ട്, ലാൻഡ് ഫീ ഒക്കെ കൂടിയിട്ട് അത്രയും പൈസ ഉണ്ടോ? എൻ്റെ അമ്മ, അപ്പൊ ഇത് ഇല്ലല്ലേ അല്ലേ കിട്ടാനില്ല. ഓ അതെ അല്ലേ, 100,000 പറ്റുന്നു. ഞാൻ വിചാരിച്ചു ഭയങ്കര ഈസി ആക്സസ് ആയിരിക്കുന്ന കേട്ടോ. അതെ വൈകുന്നേരം സമയമാണ്, ആൾക്കാരൊക്കെ എല്ലാം തന്നെ പോയി. ബീച്ച് ഫുൾ കാര്യമാണ്. പക്ഷേ നൈസ് വെതറായതുകൊണ്ട് നല്ല രസം. ബ്ലോക്ക് ബസ്റ്റേഴ്സിൻ്റെ ടെസ്റ്റ് ഡ്രൈവ് തുടങ്ങി. എൻ്റെ ഹിയർ ബ്യൂട്ടിഫുൾ പ്ലേസ്. ഇന്നത്തെ റൈഡിൽ പലരെയും ഞാൻ കാണുന്നത് ആദ്യമായിട്ടാണ്. പക്ഷെ ഒരുപാട് നാൾ പരിചയമുള്ള ആൾക്കാരെ പോലെയായിരുന്നു. ബൈക്കർ ബ്രദർഹുഡ് എന്നൊക്കെ പറയായിരിക്കും. പക്ഷെ എന്തായാലും ബാക്ക് ബസ്റ്റേഴ്സ് വന്നിട്ട് ഹോൾഡ് ചെയ്യുന്നുണ്ട്. ക്രാഷ് കാർഡും സം കാർഡും ഒക്കെ ഫിക്സ് ചെയ്യാനുണ്ട്. അതോടെ ചെയ്തിട്ട് അതൊക്കെ ഓഫ് റോഡൊക്കെ എടുത്തുകൊണ്ട് പോകണം. തുടർന്ന് ഇങ്ങനെയുള്ള വീഡിയോസ് ചാനൽ ചെയ്യുന്നതായിരിക്കും. ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ്, കൺസിഡർ സബ്സ്ക്രൈബിങ്. താങ്ക്സ് ഫോർ വാച്ചിങ്. റൈഡ് സേഫ് ആൻഡ് ഐ വിൽ സീ അനദർ വൺ. പീസ്.